VMTV ന്യൂസിന്റെ ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം. കേരളം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു തിരഞ്ഞെടുപ്പാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ്. രാവിലെ 6 മണിക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാ ബൂത്തുകളിലും നീണ്ട നിരയാണ് വോട്ടർമാർക്കുള്ളത് കാണാൻ സാധിക്കുന്നത്. തികഞ്ഞ ആത്മവിശ്വാസമാണ് 3 സ്ഥാനാർത്ഥിമാർക്കുമുള്ളത്. വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ ബിലു ചേരുകയാണ്. ത്രികോണ മത്സരം നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. രാവിലെ 7 മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നു. 6 മണിയോടുകൂടി തന്നെ എല്ലാ പോളിംഗ് ബൂത്തിലും ശക്തമായ ഒരു ക്യൂ തന്നെയാണ് കാണാനിടയായത്. പോളിംഗ് കേന്ദ്രങ്ങളിൽ മോക്ക് പോളിംഗ് നടക്കുന്ന സമയത്ത് ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കണ്ടിരുന്നു. ഒരുപാട് ആരോപണ പ്രത്യാരോപണങ്ങൾക്ക് ഈ 3 മുന്നണികളും സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ വളരെ പ്രതീക്ഷയോടെയും ആശങ്കയോടും കൂടി തന്നെയാണ് എല്ലാ മുന്നണികളും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വിവാദങ്ങൾ 3 മുന്നണികളെയും നല്ല രീതിയിൽ ഉലച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രകടമായ കാര്യം. അതുകൊണ്ട് തന്നെ ജനവിധി എന്താകുമെന്ന കാര്യത്തിൽ 3 മുന്നണികൾക്കും നല്ല രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ് ഈ പാലക്കാട്ടിലേത്. പൊതു തിരഞ്ഞെടുപ്പിന് തുല്യമായ വീറും വാശിയും തന്നെയാണ് മുന്നണികൾ കാഴ്ചവെച്ചിരിക്കുന്നത്. 3 സ്ഥാനാർത്ഥികളും ദേവാലയങ്ങളിലെത്തി പ്രാർത്ഥനകളും വിശ്വാസികളുമായി ഒക്കെ തന്നെ കൂടിക്കാഴ്ച നടത്തിയെന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. രാവിലെ തന്നെ സ്ഥാനാർത്ഥികൾ പോളിംഗ് ബൂത്തുകളിൽ എത്തി വോട്ട് ചെയ്യാൻ എത്തിയെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പോളിംഗ് നടക്കുന്നത്. മണപ്പുള്ളിക്കാവ് ട്രൂ ലൈൻ പബ്ലിക് സ്കൂൾ ബൂത്ത് നമ്പർ 88-ലാണ് ഇടത് സ്ഥാനാർത്ഥി സരിൻ വോട്ട് ചെയ്യാൻ എത്തിയത്. സരിനും ഭാര്യയും രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. പാലക്കാടിൻ്റെ മതേതര കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന തിരഞ്ഞെടുപ്പാണ് നടത്തുന്നതെന്ന് വോട്ട് ചെയ്യുന്നതിന് മുൻപ് മാധ്യമങ്ങളെ കണ്ട സരിൻ പറഞ്ഞിരുന്നു. പക്ഷങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ വോട്ടുകൾ തിരിച്ചിരുന്ന രീതി അവസാനിച്ചു. ജനങ്ങൾ കൂട്ടത്തോടെ അറിഞ്ഞു ചെയ്യുന്ന വോട്ടായി മാറുമെന്നും സരിൻ വ്യക്തമാക്കിയിരുന്നു. അതോടൊപ്പം തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടവും പ്രതികരിച്ചിരിക്കുന്നത്. തങ്ങൾ തന്നെ ഇത്തവണ ഈ തിരഞ്ഞെടുപ്പ് ഞങ്ങൾ തൂത്തുവാരും, വോട്ട് ഞങ്ങൾ തൂത്തുവാരും എന്നുള്ളൊരു കോൺഫിഡൻസോടു കൂടി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം പ്രതികരിച്ചിരിക്കുന്നത്. എവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും 5% വരെ കുറവുണ്ടാകാറുണ്ട്. എന്നാൽ പാലക്കാട് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. 1.5 ലക്ഷത്തിൽ പരം വോട്ട് രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷയോടെ തന്നെയാണ് ഇപ്പോൾ സരിൻ പ്രതികരിച്ചിരിക്കുന്നത്. അതുപോലൊപ്പം തന്നെ വളരെ ശുഭമായ പ്രതീക്ഷയാണ് രാഹുൽ മാങ്കൂട്ടവും പങ്കുവച്ചിരിക്കുന്നത്. മാറ്റം കൊണ്ടുവരാൻ പോകുന്ന ചരിത്രപരമായ തിരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത്. അതോടൊപ്പം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള കൃഷ്ണകുമാറും ഇത്തരത്തിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഏതായാലും രാവിലെ തന്നെ വലിയ രീതിയിൽ ഒരു പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ എത്തിയ ആളുകളുടെ വലിയ ഒരു നിര തന്നെയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. വയനാട്, ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകളിൽ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നത് മുന്നണികളെ ആശങ്കപ്പെടുത്തിയിരുന്നെങ്കിൽ പാലക്കാട് ഇത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള വോട്ടിംഗ് ശതമാനവും കുറഞ്ഞതായി ഇപ്പോൾ കാണുന്നില്ല. ശക്തമായ രീതിയിൽ തന്നെയാണ് രാവിലെ മുതൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ പോലും എല്ലാവരും എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം. ഏതായാലും വരും മണിക്കൂറുകൾ എല്ലാ മുന്നണികൾക്കും നിർണായകമായ സമയങ്ങളാണ്. ആതുര സേവന രംഗത്ത് മെഡിക്കൽ കോളേജുകൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്ന് കരുതുകയാണെങ്കിൽ ശരിയല്ല, തെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുദാഹരണമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇനി OP ടിക്കറ്റ് സൗജന്യമല്ല, ജനങ്ങളിൽ നിന്ന് 10 രൂപ നിരക്ക് ഈടാക്കുവാനാണ് തീരുമാനം. വിശദമായ റിപ്പോർട്ടുമായി നമ്മുടെ റിപ്പോർട്ടർ ചേരുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് OP ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നേരത്തെ സൗജന്യമായിരുന്നതാണ് ഇപ്പോൾ 10 രൂപ നിരക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. BPL വിഭാഗത്തിന് തീർത്തും സൗജന്യമായി തന്നെയാണ് OP ടിക്കറ്റ് നൽകുക. ആശുപത്രി വികസന സമിതിയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. 20 രൂപയായിരുന്നു OP ടിക്കറ്റിന് തീരുമാനിച്ചിരുന്ന വിലയെങ്കിൽ ഇപ്പോൾ പ്രതിപക്ഷം ശക്തമായ രീതിയിൽ ഇടപെട്ടതോടു കൂടിയിട്ടാണ് 10 രൂപയാക്കി ഈടാക്കിയിരിക്കുന്നത്. 10 രൂപ നിരക്കിലാണ് ഇനി എത്തുന്ന രോഗികൾക്ക്, BPL വിഭാഗത്തിൽപ്പെട്ടവർ ഒഴികെ എത്തുന്ന രോഗികൾക്ക് 10 രൂപ നിരക്കിലാണിപ്പോൾ OP ടിക്കറ്റ് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ ആശുപത്രി വികസന സമിതിയുടെ യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്നാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി ഇത്തരത്തിൽ ഇന്നു മുതൽ 10 രൂപ നിരക്കിൽ ഈ OP ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിലായിരുന്നു ഇന്നലെ യോഗം നടന്നത്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നത്. 75 വർഷത്തെ
സമരത്തിനിടെ ആദ്യമായിട്ടാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇത്തരത്തിൽ നിരക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്. മറ്റ് മെഡിക്കൽ കോളേജുകളിലും നിരക്ക് ഏർപ്പെടുത്തിയിരുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും OP ടിക്കറ്റ് നിരക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. നിരക്ക് ഏർപ്പെടുത്തുന്നതിനെ എതിർത്ത പ്രതിപക്ഷം യോഗം പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ മടങ്ങിയിരുന്നു. ഏതായാലും 20 രൂപ എന്നുള്ളത് 10 രൂപയായത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആശുപത്രികളിലും സർക്കാർ സംവിധാനങ്ങളിലും ഒക്കെ തന്നെ 10 രൂപ നിരക്കിലാണ് OP ടിക്കറ്റ് നൽകി വരുന്നത്. എന്നിരിക്കെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ 75 വർഷത്തിന് ശേഷം ഇത്തരത്തിൽ സൗജന്യമായിരുന്നത് ഇപ്പോൾ 10 രൂപ നിരക്കിൽ OP ടിക്കറ്റുകൾ വിതരണം ചെയ്യുന്നത്. മണിക്കൂറിൽ ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്തയുമായാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കുറുവ സംഘത്തിന്റെ ഭീതിയിൽ നിന്ന് ജനങ്ങൾ വിട്ടുമാറാത്ത ഈ സാഹചര്യത്തിൽ ബ്ലാക്ക്മാൻ ഇറങ്ങിയിരിക്കുന്നു എന്ന ഒരു വാർത്തയാണ് ഈ നിമിഷം വന്നുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക്മാനെ എന്നാൽ നാട്ടുകാർ അതിവിദഗ്ധമായി കൈയോടെ പൊക്കിയിരിക്കുകയാണ്. നിരവധി മോഷണ കേസുകളിൽ പ്രതിയായ പാലക്കാട് കൂരമ്പായി സ്വദേശി അഭിജിത്തിനെയും പ്രായപൂർത്തിയാകാത്ത മറ്റു 2 പേരെയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ ബിലു ചേരുകയാണ്. ഒരു നാടാകെ ഭയത്തിലാണ്. അതായത് കേരളത്തിൽ ഇപ്പോൾ കുറുവ സംഘം എത്തിയിരിക്കുന്നതിൻ്റെ ഭീതിയിൽ തന്നെ ആണ്. അങ്ങനെ ഇരിക്കെയാണ് ബ്ലാക്ക്മാൻ എന്ന രീതിയിൽ ഭീതി പരത്തി മോഷണം നടത്തി വരുന്ന ഒരു സംഘത്തെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. കുറുവ സംഘത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ വളരെ രീതിയിൽ വ്യാപകമായിരിക്കുമ്പോൾ ഇത്തരത്തിൽ ബ്ലാക്ക്മാൻ എന്ന രീതിയിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തികൾ നടത്തി വരുന്ന പാലക്കാട് സ്വദേശിയായിട്ടുള്ള അഭിജിത്തിനെയും പ്രായപൂർത്തിയാകാത്ത 2 പേരെയുമാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. പത്തനംതിട്ടയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. അർദ്ധരാത്രി ബ്ലാക്ക്മാൻ്റെ രൂപത്തിലായിരുന്നു ഇവർ മോഷണ പരമ്പരയ്ക്ക് എത്തുന്നത്. ഒരു കുറുവ സംഘത്തിൻ്റെ എത്തിച്ചേരലോടുകൂടി തന്നെ നാടാകെ ഭീതിയിലാണ്. എല്ലാവരും രാത്രികാലങ്ങളിൽ വളരെ ജാഗ്രതയോടെ കഴിയുന്ന സമയത്താണ് ഇത്തരത്തിൽ ബ്ലാക്ക്മാൻ്റെ രൂപത്തിലെത്തി മോഷണം നടത്തുന്നത്. ബൈക്കിൽ കറങ്ങി നടന്ന് വീടുകൾക്ക് നേരെ കല്ലേറും അതോടൊപ്പം സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന സംഘത്തിനെയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്, പോലീസ് പിടികൂടിയിരിക്കുന്നത്. നാട്ടുകാരെ ഏറെ ഭീതിയിലാഴ്ത്തിയ ഒരു സംഘത്തെ വളരെയധികം പണിപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. ഇദ്ദേഹം പാലക്കാട് കൂരമ്പായ സ്വദേശിയായിട്ടുള്ള അഭിജിത്താണ്. ഇയാൾ നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ്. ഇയാൾക്കൊപ്പം മറ്റ് 2 പിടിയിലായ 2 പേർക്ക് 16 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. എറണാകുളത്തെ കടകളിൽ നിന്നും മൊബൈൽ ഫോണുകളൊക്കെ മോഷ്ടിച്ച കേസിലൊക്കെ തന്നെ ഇവർ പ്രതികളാണെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. കൊച്ചിയിൽ കളമശ്ശേരിയിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടമ്മയുടെ മരണം കൊലപാതകമെന്ന് തെളിഞ്ഞു. പെരുമ്പാവൂർ സ്വദേശി JC എബ്രഹാമിനെയാണ് കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ ചേരുകയാണ്. എറണാകുളം കളമശ്ശേരിയിലെ ഫ്ളാറ്റിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന വീട്ടമ്മയാണ് ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ മരണം കൊലപാതകമെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. പെരുമ്പാവൂർ സ്വദേശിയായിട്ടുള്ള JC എബ്രഹാമിനെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കൊലപാതകമാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. തലക്കേറ്റ ഗുരുതരമായ പരിക്കാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. JCയെ വിളിച്ചിട്ട് കിട്ടാതായതോടെ കാനഡയിലുള്ള മകളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി വാതിൽ പൊളിച്ച് അകത്ത് കയറിയ പൊളിച്ച നിലയിൽ ഇവരെ കണ്ടെത്തിയത്. റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിൽ സജീവമായിരുന്ന വ്യക്തിയായിരുന്നു JC എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള ശത്രുക്കളോ തർക്കങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. JCയുടെ മൊബൈൽ ഫോൺ വീട്ടിൽ നിന്നും കണ്ടെത്താനായിട്ടില്ല. മൊബൈൽ ഫോൺ മാറ്റിയ നിലയിലാണ്. കഴിഞ്ഞ ദിവസം ഫ്ളാറ്റിൽ വന്നുപോയ സന്ദർശകരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. JCയുടെ തലയിൽ ആഴത്തിൽ മുറിവുണ്ട്. അതോടൊപ്പം മുഖവും വളരെ വികൃതമായ നിലയിലാണ് കണ്ടിരിക്കുന്നത്. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ വളരെ ഞെട്ടലോടുകൂടി തന്നെ കേട്ട ഒരു സംഭവമാണ് കരുനാഗപ്പള്ളി സ്വദേശിനിയെ അതിക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ സംഭവം. അത്തരത്തിൽ ഏതെങ്കിലും കൊലപാതകത്തിന് സാധ്യതയുള്ള എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളതൊക്കെ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കണ്ണൂരിൽ DMK നേതാവിന്റെ കൈയും കാലും തല്ലിയൊടിച്ചതായി പരാതി. ജില്ലാ സെക്രട്ടറി രാജി രാജനെയാണ് അക്രമി സംഘം കൈയും കാലും തല്ലിയൊടിച്ചത്. സംഭവത്തിൽ പ്രതിഷേധിച്ച് പുനലൂർ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. വിശദമായ വാർത്തയുമായി നമ്മുടെ റിപ്പോർട്ടർ ബിലു ചേരുകയാണ്. പുനലൂർ DMK ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള S രജിരാജിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് ഇദ്ദേഹത്തിന് ഒരു സംഘം ആളുകളെത്തി കൈയും കാലും തല്ലി ഒടിച്ചത്. ഈ പുനലൂർ ചെമ്മന്തൂർ ഭാഗത്ത് വെച്ചാണ് ഇദ്ദേഹത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. കാറിലെത്തിയ ഒരു സംഘം ആളുകളാണ് ഇദ്ദേഹത്തിനെ ആക്രമിച്ചതെന്ന് പറയുന്നു. ഇതിനു മുൻപും ഇദ്ദേഹത്തിന് നേരെ പല രീതിയിലുള്ള ആക്രമണം ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. സംഭവത്തിൽ DMK നേതാക്കൾ വലിയ രീതിയിലുള്ള
പ്രതിഷേധം ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം പുനലൂരിൽ ഇന്ന് ഹർത്താലിനും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റ രജി രാജ് ഇപ്പോൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ അക്രമി സംഘം ആരാണെന്നും മറ്റേതെങ്കിലും തരത്തിലുള്ള മുൻ വൈരാഗ്യമുണ്ടോ എന്നുള്ളതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നത്. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. വരും മണിക്കൂറിൽ പുത്തൻ പുതിയ വാർത്തകളുമായി VMTV ന്യൂസ് നിങ്ങൾക്കൊപ്പമാണ്. മറക്കാതെ കാണുക.